പാമ്പ് പാമ്പ് മാറ് 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 എടേ പാമ്പ് 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 അത് പോട്ടെന്നോ വിഷമുള്ള സാധനം വേറെ വഴിയുണ്ട്. അത് പോട്ടെന്നോ വേറെ വഴിയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ വീടിൻ്റെ പറമ്പിൽ അല്ലെന്നുണ്ടെങ്കിൽ വീടിന് തണുപ്പ് കിട്ടുന്ന സ്ഥലങ്ങളിൽ കിണറിൻ്റെ സൈഡിൽ ചിലപ്പോൾ അടുക്കളയുടെ ഒക്കെ അടിയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള പാമ്പ് കയറിയിരിക്കുമ്പോൾ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇത് ചേരയാണോ അതോ വിഷമുള്ള എന്തെങ്കിലും ആണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ അറിയാൻ വയ്യാതെ ഇപ്പോൾ നാട്ടിൻപുറത്തും പറ്റും 10 വരെ വിളിച്ചു കൂട്ടുന്നു, ആരെങ്കിലും ചെല്ലുന്നു, ഇതിനെ പിടിക്കുന്നു, അല്ലെങ്കിൽ പിടിക്കാൻ ശ്രമിക്കുന്നു, അവസാനം അപകടത്തിലാവുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിതിങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുറകെ പോകുന്ന പാമ്പാണെന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് പോകും. അഥവാ ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ വീട്ടിനകത്ത് കയറിയിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും അപകടാവസ്ഥ ഇപ്പോൾ പെട്ടിരിക്കുക, പുറത്തിറങ്ങാൻ നോക്കാതിരിക്കുക, ഈ മുതലായ അവസ്ഥകളിലൊക്കെയാണ് എങ്കിൽ ഒരിക്കലും ഇതിനെ പോയി തല്ലിക്കൊല്ലാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ പിടിക്കാനോ ഒന്നുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ശ്രമിക്കരുത്. പകരം നമുക്ക് ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റോട് ചേർന്ന് ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ്റെ പേര് സർപ്പ എന്നാണ്. അപ്പോൾ ഈ സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം അതിൽ അപ്പോൾ ഒരു OTP വരും. അപ്പോൾ ആ OTP നമ്മൾ ഇതിലിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID കൊടുക്കുക. നമ്മുടെ ലൊക്കേഷൻ എന്നിട്ട് ഷെയർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നുള്ള ആ ലൊക്കേഷൻ അറിയാൻ വേണ്ടി ലൊക്കേഷനോട് ഓൺ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ആ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഇതാണ് ആ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ സർപ്പ ആപ്പ് SARPAAPP എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ ഐക്കൺ. അപ്പോൾ അതിനകത്തൊരു പാമ്പിൻ്റെ പടമാണുള്ളത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ കാണിച്ചിരിക്കുന്നത് താമസിക്കുന്ന ലൊക്കേഷൻ ഓണാണ്. അതിൽ നിന്ന് ഏറ്റവും അടുത്ത് ഇപ്പോൾ ചിലപ്പോൾ ഉള്ളത് 25 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ 50 കിലോമീറ്റർ ഒരു ചുറ്റുവട്ടത്തിലുള്ള പ്രൊഫഷണലായിട്ട് അംഗീകാരമുള്ള ആൾക്കാരെ നമുക്ക് കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് റിപ്പോർട്ട് സ്നേക്ക് ഒരു എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ റിപ്പോർട്ട് ഒരു പാമ്പ് കടിച്ചിരിക്കുന്ന ഒരു പാമ്പ് കടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്തും നമുക്ക് വേണ്ടുന്ന വിവരങ്ങൾ, ആൻറ്റിവനം ഉള്ളത് ഏത് ഹോസ്പിറ്റലിലാണ്, എന്താണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഇതുപോലുള്ള ഡീറ്റെയിൽസ്, ഇതുപോലുള്ള ഒരുമാതിരിപ്പെട്ട അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് നമ്മുടെ ഫോണിനകത്ത് വെച്ചേക്കുന്ന ഒരു സെറ്റിങ്ങാണ് ഇത്. കാരണം എന്ന് പറയുന്നത് പാമ്പിനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുന്നെങ്കിലും ഇതിൻ്റെ ബലം അനുസരിച്ച് ചില പാമ്പിന് കൂടുതൽ നമുക്ക് ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ പാമ്പ് കടി എന്ന് പറയുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടി ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും റബ്ബറും അതുപോലുള്ള നമ്മുടെ ചുറ്റുപാടുള്ള ചെടികൾ അതെല്ലാം ഉള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറുക, ഡൗൺലോഡ് ചെയ്യുക, ഇതിനകത്ത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുക. ഇങ്ങനൊരു ഈവൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സൗകര്യം ഉപയോഗിക്കുക. അപ്പോൾ ശരി. അപ്പോൾ ഇതാണ് ആ ആപ്ലിക്കേഷൻ.